ശ്രീ റഹീം, ഗവർണർക്ക് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു വിധിയാണിപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. കേരള മാസകലം വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്, പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ആ ഘട്ടത്തിലാണ് ഗവർണർക്ക് തിരിച്ചടി എന്നോണം ഒരു വിധി വരുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത് വളരെ സ്വാഗതാർഹമായ വിധിയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ കൈയടക്കാൻ ശ്രമിക്കുന്നത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ കീഴടക്കാൻ നടത്തുന്ന നീക്കത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച കനത്ത പ്രഹരമാണ് ഗവർണറുടെ ഓഫീസിനും അതോടൊപ്പം തന്നെ സംഘപരിവാറിനും ലഭിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ്. തിരുവനന്തപുരത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ജയിലിലായിരുന്നു. അവർക്ക് ഇന്ന് ജാമ്യം ലഭിച്ച ദിവസം തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ വളരെ പോസിറ്റീവായ ഒരു വിധി വന്നിരിക്കുന്നത്. ഈ വിധിയുടെ സാരാംശം ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട ഗവർണർ തയ്യാറാകണം. കാരണം സർക്കാരുകളെ പലതരത്തിലുള്ള സർക്കാരുകളുണ്ടാകും, പല രാഷ്ട്രീയത്തിൽ ഉള്ള സർക്കാരുകളുണ്ടാകും. പക്ഷെ ഗവർണർ എപ്പോഴും ഭരണഘടനാപരമായ ഒരു പദവിയാണ് എന്ന നിലയിൽ അതിന്റെ വിശുദ്ധത കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകണം. ഗവർണർ രാഷ്ട്രീയത്തിൽ കേവലമായ രാഷ്ട്രീയ ഏജന്റായി പ്രവർത്തിക്കരുത്. അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയച്ച കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ശ്രീ രാജേന്ദ്ര അർലേക്കറുടെ പൂർവ്വകാല രാഷ്ട്രീയം, പൂർവാശ്രമത്തിലെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള വേദിയല്ല, കസേരയല്ല ഇത് എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സർവകലാശാലകളിൽ ഏറെക്കാലമായി വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധ ലംഘനങ്ങൾ നടത്തുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് യോഗ്യതയില്ലാത്തവർ. UGCയുടെ നിലവിലുള്ള നിയമപ്രകാരം അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാല നിയമങ്ങൾ പ്രകാരവും സംസ്ഥാന സർക്കാർ നൽകുന്ന ശുപാർശയിൽ നിന്നുള്ള ആളുകളിൽ ഒരാളെയാണ് വൈസ് ചാൻസലറായി നിയമിക്കേണ്ടത്. ഇപ്പൊ UGC നിശ്ചയിച്ചിരിക്കുന്ന യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ലാത്ത ആളുകളെ സർവകലാശാല വൈസ് ചാൻസലറായി സംഘപരിവാറിന്റെ താല്പര്യത്തിനനുസൃതമായി ഗവർണർ നിയമിക്കുകയാണ്. അപ്പോൾ താൽക്കാലിക VC എന്ന് പേരിട്ട് നിയമിക്കുകയാണ്. അങ്ങനെ നിയമിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുകയാണ്. അത് രണ്ടു തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്തരം VCമാരെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം സർവകലാശാലകളിൽ ഭരണസ്തംഭനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സർവകലാശാലകളുടെ വികസനത്തെയും ദൈനംദിന പ്രവർത്തനത്തെയും വലിയ തോതിൽ ബാധിക്കുന്നു. രണ്ടാമതൊന്ന്, സർവകലാശാലകളിൽ അക്കാദമിക് ബോഡികളിൽ ഇടപെട്ട് സിലബസിൽ സംഘപരിവാർ വൽക്കരണം, വർഗീയവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് രാഷ്ട്രീയ അസൈൻമെന്റുകൾക്കായി, ഉത്തരവാദിത്തങ്ങൾക്കായി താൽക്കാലിക VC എന്ന ഓമന പേരിട്ട് യോഗ്യതയില്ലാത്തവരെ വൈസ് ചാൻസലർമാരായി നിയമിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. കേരളത്തിൽ നീതിക്ക് വേണ്ടി നടത്തിയ സർവകലാശാലകൾ നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തെ SFIയുടെ ഗുണ്ടാവിളയാട്ടം എന്ന് അധിക്ഷേപിച്ച ശ്രീ VD സതീശൻ ഇപ്പോഴെന്ത് പറയുന്നു എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. ശ്രീ VD സതീശന്റെ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തോട് മാപ്പ് പറയാൻ ശ്രീ VD സതീശൻ തയ്യാറാകണം. റഹീം, ഈ ഒരു വിധിക്കെതിരെ VC അല്ലെങ്കിൽ ഗവർണർ നിയമപരമായി മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിരോധിക്കുക? DYFI അതിനെങ്ങനെയായിരിക്കും നോക്കിക്കാണുക? ഇല്ല, ഇത് നിങ്ങൾക്കറിയാം, ഇതൊരു സീരീസ് ഓഫ് ഇഷ്യൂസ് ആണ്. 2021 കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽ ഞാനീ പറഞ്ഞ കൃത്യമായ രണ്ട് ലക്ഷ്യത്തോടു കൂടി സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുക, രണ്ടാമത്തെ കാര്യം സർവകലാശാലകളിൽ ഭരണസ്തംഭനം ഉണ്ടാക്കുക. ഈ രണ്ട് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി BJP ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ ഇത്തരം പണി ചെയ്യുകയാണ്. അതിനെതിരെ രണ്ട് തരത്തിലുള്ള പോരാട്ടങ്ങളാണ് വിദ്യാർത്ഥി പ്രസ്ഥാനവും സംസ്ഥാന സർക്കാരും ഒക്കെ നടത്തുന്നത്. ഒന്ന്, സർവകലാശാലകൾ നടത്തുന്നത്. ഒന്നെന്ന് പറയുന്നത് തെരുവിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങൾ, ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തുക. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിയമ പോരാട്ടമാണ്. എത്രയോ നിയമ പോരാട്ടത്തിന്റെ സീരീസ് നിങ്ങൾ കാണാൻ കഴിയും. കേരളത്തിലെ സർവകലാശാലകൾ, കേരളത്തിലെ സിൻഡിക്കേറ്റുകൾ, സംസ്ഥാന സർക്കാർ, വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ നിരവധി കേസുകളിലാണ് ഈ സമീപിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോഴും പല നിയമയുദ്ധങ്ങളും തുടരുന്നു. അതേസമയം തന്നെ ജനാധിപത്യപരമായി ജനങ്ങളോട് സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയും തുടരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് RSSും സംഘപരിവാർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ കേരളത്തിലെ സർക്കാരും മതനിരപേക്ഷ ജനാധിപത്യ മനസ്സുകളും നടത്തുന്ന ഏറ്റുമുട്ടലുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയും തുടരും, ഒരു വിട്ടുവീഴ്ചയുമില്ല.
കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളെയും പിടിമുറുക്കി അവിടുത്തെ സിലബസിൽ വർഗീയവൽക്കരണം കൊണ്ടുവന്ന് ശാസ്ത്ര വിരുദ്ധത കൊണ്ടുവന്ന് അവരുടെ അജണ്ട നടപ്പിലാക്കുമ്പോൾ അതിന് കീഴടങ്ങി കൊടുക്കാൻ, അനായാസം കേരളത്തെ കീഴടക്കി കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിശക്തമായി ചെറുത്തു നിൽക്കും. ഞങ്ങൾ ആ ചെറുത്തുനിൽപ്പിൽ വിജയിക്കുകയും ചെയ്യും. അത് കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് നിയമപരമായും രാഷ്ട്രീയമായും ആ പോരാട്ടം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. വളരെ നന്ദി ശ്രീ എ റഹീം.